ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സംരക്ഷണം നൽകുന്ന കരങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കൽ സൗഖ്യത്തിനായി കൊണ്ടുവരുന്ന ആളുകളുടെ വിശ്വാസം കണ്ട് ഈശോ ആ തളർവാദ രോഗിയോട് പറയുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലയളവിൽ ആത്മസുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവരാണ്. പക്ഷെ അവർ നമ്മളെ താങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആ സുവിശേഷ സത്യമാണ് ഈശോ എന്ന് വെളിപ്പെടുത്തുന്നത്. മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറങ്ങിയവരുടെ വിശ്വാസം കണ്ട് ഈശോ പറയുന്നു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വിമർശന ബുദ്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും ഈശോ ആ തളർവാദ രോഗിയോട് പറയുകയാണ്, നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. അപ്പോൾ നമുക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നവരെ ഒരിക്കലും നമ്മൾ വിസ്മരിച്ച് കളയരുത്. അവർ നമ്മളോടൊപ്പം ആയിരിക്കേണ്ടവരാണ്, നമ്മളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുമാണ്. നമ്മുടെ വഴിതെളിച്ച് വരുന്നവരെ നമുക്കെപ്പോഴും കൂടെ നിർത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.